മധ്യപൂർവേഷ്യൻ സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശവുമായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്നതാണ് നിർദ്ദേശം. ഗാർഹിക LPG വിതരണത്തിന് മുൻഗണന നൽകും. പൂഴ്ത്തിവെപ്പ് ഒഴിവാക്കാൻ ഇന്റർ ബുക്കിംഗ് കാലയളവ് 25 ദിവസമാക്കി 21-ൽ നിന്ന്. പാചകവാതക വില വർധനയിൽ കേരളത്തിലെ ഹോട്ടൽ ഉടമകളും പ്രതിസന്ധിയിലാണ്. ഹോട്ടൽ ആശുപത്രി മേഖലകളിൽ LPG സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരു MP തേജസ്വി സൂര്യ കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് കത്ത് നൽകി. വിനിതാ വിജി വിവരങ്ങളുമായി ചേർന്നു. സജു ചാമക്കാല, ആൻമരിയ സണ്ണി, വർഷ ഗിരീഷ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. ആദ്യം വിനിതാ വിജയിലേക്ക് പോകുന്നു. വിനിത, ബംഗളൂരു മാത്രമല്ല മുംബൈയിലും ചെന്നൈയിലും ഒക്കെ ഇത്തരത്തിൽ ഹോട്ടലുകൾക്ക് സിലിണ്ടർ കിട്ടാനുള്ള കാലതാമസം പറയുന്നുണ്ട്. ഹോട്ടൽ ബുക്കിംഗ് ഈ പറയുന്ന സിലിണ്ടർ ബുക്കിംഗ് സമയം 25 ഉയർത്തുന്നുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട് എന്ന് പറയുമ്പോഴും ഇതൊക്കെ ഒരു മുൻകരുതൽ നടപടി എന്ന നിലയ്ക്ക് കാണണോ, അതോ യുദ്ധം നീളുകയാണെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കണോ വിനിത? തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുൻകരുതൽ നടപടി എന്ന നിലയിൽ മാത്രമാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം നിലവിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. പക്ഷേ അതേസമയം യുദ്ധം ഇത്തരത്തിലേക്ക്, ഈ സംഘർഷ സാഹചര്യങ്ങൾ ഇത്തരത്തിലേക്ക് നീണ്ടുപോവുകയാണ് എങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മുൻകരുതൽ നടപടികളാണ് ഈ ഘട്ടത്തിൽ പെട്രോളിയം മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എണ്ണ ശുദ്ധീകരണശാലകൾക്കാണ് പെട്രോളിയം മന്ത്രാലയം ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. LPG ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അധിക ഉൽപ്പാദനം ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ വീടുകളിലേക്കുള്ള ഗാർഹിക LPG വിതരണത്തിന് മുൻഗണന നൽകാനാണ് ഈ നിർദ്ദേശത്തിൽ പെട്രോളിയം മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഈ പൂഴ്ത്തിവെപ്പ്, ഒപ്പം തന്നെ കരിഞ്ചന്ത എന്നിവ ഉൾപ്പെടെ ഒഴിവാക്കുന്നതിനായി 25 ദിവസത്തെ ഇന്റർനെറ്റ് ബുക്കിംഗ് കാലയളവ് കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ, മറ്റ് വ്യവസായങ്ങൾ എന്നിവയിലേക്കുള്ള LPG വിതരണത്തിന്റെ മുൻഗണന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും അത് അവലോകനം ചെയ്യുന്നതിനുമായി ഒരു പ്രത്യേക കമ്മിറ്റിയെ കൂടി രൂപീകരിച്ചിട്ടുണ്ട്. 3-അംഗ കമ്മിറ്റിയാണ് ഇത്തരം കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി രൂപീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ധന വിതരണത്തിലെ ഈ നിലവിലെ സാഹചര്യങ്ങളും നിയന്ത്രണവും കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ നമുക്ക് ഒരു പ്രതിസന്ധി ഇല്ല എങ്കിലും ഈ സംഘർഷം നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ ഏതെങ്കിലും നിലയിൽ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ നടപടിയാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ എന്തായാലും അവിടെ യുദ്ധത്തിന് ഏതെങ്കിലും തരത്തിൽ അയവില്ല. ഹോർമൂസ് കടലെടുക്ക് അടച്ചതിന് നടക്കുകയാണ്. ആ കപ്പലുകൾ അതുവഴി പോകാനുള്ള ഗട്ട്സ് കാണിക്കണമെന്ന് ട്രംപ് പറഞ്ഞിട്ടും ഇതുവരെയും ഏതെങ്കിലും കപ്പലുകൾ അത്തരത്തിൽ ഈ പറയുന്ന ഒരു ഗട്ട്സ് കാണിച്ചു എന്നറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാവുന്നതാണ് അർത്ഥം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.